നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്നതാണ് നമ്മളിന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു കാര്യം അത് റൈറ്റ് അല്ല, റോങ് ആണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ഫസ്റ്റ് തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്തോ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനോ പ്രയറുകളോ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ അത് നിങ്ങൾ റൈറ്റ് വേയിലല്ല ചെയ്യുന്നത്, അത് റോങ് ആയിട്ടുള്ള വേയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കറൻ്റ്ലി നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് റീയൂണിയൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൽ പൂജാകർമ്മങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് റോങ് ആയിട്ടുള്ള വേയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എനർജി തന്നെ ഇവിടെ ടോട്ടലി വളരെ പെത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും പീക്ക് ലെവലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ളൊരു റിവേഴ്സ് സ്റ്റേജിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളെ പേഴ്സണിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. കാരണം ഞാൻ വ്യക്തമാക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കഴിഞ്ഞ തവണത്തെ ഒരു റീഡിങ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസുകൾ. ആൻഡ് ഇപ്പോഴും നിങ്ങൾ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച്, ആ വ്യക്തി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾ നീറി കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യൂ. കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ എനർജി ഇപ്പോൾ കാണുന്നില്ല. നിങ്ങളുടെ ഒരു ശരീരത്തിൽ എനർജി വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെ ഈഗോ പിടിച്ച ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളും അത്യാവശ്യം ഈഗോ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ്. ആ ഒരു പേഴ്സൺ അതിനേക്കാളും വലിയ ഈഗോ കണ്ടുപിടിച്ച ആളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഈഗോ പേഴ്സണാലിറ്റിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സ്വന്തമായിട്ടുള്ള ഈഗോ വിട്ടിട്ട് ആൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് കുറച്ച് കാലതാമസം പിടിക്കും. പക്ഷേ ഇപ്പോഴും ആളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതായത് ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിലും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ലവ്, കെയറിങ്, സപ്പോർട്ട്, ഇതെല്ലാം ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ മുൻപ് എവിടെ നിന്നും കിട്ടിയതായിട്ട് ഇല്ല. നിങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പേഴ്സണ് ഇത്രയും അധികം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ലവ്, കെയറിങ് എല്ലാം കിട്ടിയിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ ശരിക്കും തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പക്ഷേ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇവിടെ സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. കാരണം ദ ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. മുൻപൊക്കെ അത്യാവശ്യം നല്ല ദേഷ്യപ്പെട്ടിരുന്ന ഒരു ഈഗോ പിടിച്ചിരുന്ന ഒരു ഈഗോ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഒരു ദേഷ്യം, വളരെയധികം ദേഷ്യത്തോടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ദേഷ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദേഷ്യം എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങളുടെ മിസ്റ്റേക്കോ അവരുടെ മിസ്റ്റേക്കോ. പക്ഷെ ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഒരു ദേഷ്യമൊന്നും കാണുന്നില്ല. ഇപ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് വേണമെന്ന് അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർക്ക് ഷുവറാണ് നിങ്ങൾ അവർക്കുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെയാണ്, നിങ്ങൾ അവർക്കുള്ള മാത്രമാണ്. എത്രയൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അവരെ മറന്നുകൊണ്ട് വേറൊരു ഇതിലേക്ക് പോകില്ല എന്ന് അവർക്ക് 101% ഷുവറാണ്. ആ ഒരു ധൈര്യത്തിലാണ് ആളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. അവർക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടേക്കും പോകില്ല. പക്ഷെ ആ ഒരു ധൈര്യം നിങ്ങൾക്കില്ല. നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നത് അവർ വേറെ പോകുമോ, അല്ലെങ്കിൽ അവർ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റഡ് ആകുമോ എന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ലാസ്റ്റ് ആയപ്പോഴൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് വേദനാജനകമായിരുന്നു, അപ്പോൾ ഇനി അദ്ദേഹം അത് വേണമെന്ന് വെക്കുമോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്.
പക്ഷെ അതൊന്നും വേണ്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് മാറ്റി വയ്ക്കും. നിങ്ങൾക്കായിട്ട് ഒരു നല്ലൊരു ഓഫറുമായിട്ട് ആള് വരുന്നതായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്. ഇപ്പോഴും സ്ഥാനമുണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ ഇടയ്ക്ക് തുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആണുങ്ങൾക്കാണെങ്കിൽ വലത് കണ്ണ്, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇടത് കണ്ണ് ഇടയ്ക്ക് തുടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അവരുടെ പേരുകളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പേരുകളൊക്കെ കാണാനിട വരികയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ അദ്ദേഹം നിങ്ങളെ നന്നായിട്ട് തന്നെ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളറിയാതെ തന്നെ. നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങളെ തോന്നിപ്പിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമത്തിലാണ് ആളെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും നിങ്ങളുടെ നൈറ്റ് ഓഫ് വാൺസ് ഇവിടെ ഉണ്ട്. ഇതിൽ ആൾക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് നിങ്ങളുടെ ലൈഫ് ഒരു പുതുമയായിട്ടുള്ളൊരു കാര്യം വരണമെന്ന്. ഇവിടെ ദ ഫുൾ കാർഡ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സ് ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിലൊരു പുതിയ തുടക്കം. അതായത് ഇത്രയും നാളും ഉണ്ടായിരുന്ന പോലെയല്ല, ആ പറയുന്ന നെഗറ്റീവ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരു വിധി വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങളെ പിന്നാലെ തന്നെ ആൾ വരും. അത് നല്ല പീസ് ഓഫ് സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം എനിക്കിപ്പോൾ കൂടുതലും നമ്മളെ കാർഡ്സിൽ വൈറ്റ് ആയിട്ടുള്ള തിങ്സിലേക്കാണ് എൻ്റെ കണ്ണുകൾ ഉടക്കുന്നത്. അപ്പോൾ കൂടുതലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇത്രയും നാളും ഉണ്ടായിരുന്ന പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പാറ്റേണിൽ കൂടിയല്ല ഇനിയൊരു ന്യൂ ബിഗിനിങ് ആകുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുക. വളരെ ഒരു നല്ല നല്ല കാര്യങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്കത് വരാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. അവിടെ ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ എന്ത് വിഷമങ്ങളാണോ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റുക. നിങ്ങൾ 100% വിശ്വസിക്കുക, ഇതിൽ റീയൂണിയൻ ഉണ്ട്. അത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയല്ല, ഇത് നഷ്ടപ്പെട്ടിട്ടില്ല, ഇതിൽ ഇനിയും ഒരു റീഗ്രോത്ത് അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ടാവുമെന്ന് ആൾക്ക് 101% ഷുവറാണ്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉള്ളത് അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട്. ഇതിൽ ഗ്യാപ്പ് എടുത്താൽ മാത്രമേ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള പാറ്റേണിൽ കൂടെ തന്നെ ഈ റിലേഷൻഷിപ്പ് പോകുള്ളൂ. ഇതിനൊരു വ്യത്യാസം കാണില്ല എന്നുള്ളത് ആൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനായിട്ട് നിർത്തിയേക്കാണ് ഒരു ഗ്യാപ്പ്. അതിനർത്ഥം അവരൊരിക്കലും ചിന്തിക്കുന്നില്ല, എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, നിങ്ങൾ ആ സൈഡിലുണ്ട്, നിങ്ങൾ ഒരിക്കലും ഇത് വിട്ടിട്ട് പോകില്ല. അയാൾ എപ്പോൾ തിരികെ വന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഷുവർട്ടി ആ ഒരു വ്യക്തിക്ക് ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്.